കൊച്ചിയുടെ പുറംകടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്കു കപ്പൽ വീണ്ടെടുക്കുകയില്ല. വലിയ തുക ചെലവഴിക്കേണ്ടി വരുമെന്നതിലാണ് തീരുമാനം. കപ്പലിനൊപ്പം മുങ്ങിയ ചരക്കുകളും ഇതോടൊപ്പം ഉപേക്ഷിക്കും. അപകടത്തിൽ നഷ്ടപ്പെട്ട ചരക്കുകൾക്ക് മാത്രം ഏകദേശം 800 കോടി രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. കപ്പലും കണ്ടെയ്നറും കാർഗോകളും അടക്കം 1000 കോടിക്ക് മുകളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഷിപ്പിംഗ് കമ്പനി അധികൃതരെ അറിയിച്ചു. അതേസമയം കപ്പൽ കടലിൽ ഉപേക്ഷിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുമെന്നതിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാകും. കപ്പൽ പ്രധാന വെല്ലുവിളി ഭീമമായ തുകയാണ്. കപ്പലിന്റെ കാലപ്പഴക്കവും നഷ്ടപ്പെട്ട ചരക്കുകളുടെ നഷ്ടവും കണക്കാക്കുമ്പോൾ ഇതിന്റെ ഇരട്ടിയിലധികം തുകയാണ് വീണ്ടെടുക്കുന്നതിന് ചെലവാക്കേണ്ടി വരിക. ഇതിനു പുറമെ പ്രതികൂല കാലാവസ്ഥയിൽ ദൗത്യം പൂർത്തിയാക്കാൻ എത്ര സമയം വേണമെന്ന് മുൻകൂട്ടി കണക്കാക്കാനും കഴിയില്ല. ഈ ഘട്ടങ്ങളെല്ലാം കണക്കെടുത്താണ് കപ്പലും കാർഗോകളും ഉപേക്ഷിക്കാൻ ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിട്ടുള്ളത്. കപ്പലിന്റെ സ്ഥിരത സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അപകടത്തിന് വഴി വച്ചിട്ടുള്ളതെന്ന് ഷിപ്പിംഗ് കമ്പനി നൽകുന്ന പ്രാഥമിക വിവരം. 5 കിലോമീറ്ററോളം എണ്ണപ്പാടം സമീപം അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ കപ്പൽ MSC എൽസ 3യിൽ നിന്ന് ചോർന്ന എണ്ണ തീരത്ത് എത്താതിരിക്കാൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് തന്നെ അധികൃതർ പറഞ്ഞു. എണ്ണയും കണ്ടെയ്നറും നീക്കം ചെയ്യാൻ കപ്പൽ കമ്പനി കരാറിൽ ഏർപ്പെട്ട സ്ഥാപനം ദൗത്യം ഏറ്റെടുക്കുന്നതുവരെ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നുള്ള സംയുക്ത ദൗത്യം തുടരും. എണ്ണപ്പാടം തീരത്തടഞ്ഞാൽ ഈ മേഖല പൂർണ്ണമായും വൃത്തിയാകും. അപകടകരമായ മാലിന്യങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്തിച്ച് സംസ്കരിച്ച് എണ്ണ ശുദ്ധീകരിക്കും. വായു നിറച്ച ട്യൂബിന് സമാനമായ വസ്തു പോലെ പൊങ്ങിക്കിടക്കുന്ന തരത്തിൽ എണ്ണപ്പാടയ്ക്ക് ചുറ്റുമായി സ്ഥാപിക്കും. ഇതുവഴി എണ്ണ വീണ്ടും കടലിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് തടഞ്ഞു നിർത്താൻ കഴിയും. തടഞ്ഞു നിർത്തുന്ന എണ്ണ പ്രത്യേക ഉപകരണത്തിന്റെ സഹായത്തോടെ പമ്പ് ചെയ്ത് ബാരലിൽ സംഭരിക്കുകയും ഇത് പിന്നീട് ശുദ്ധീകരിച്ചെടുക്കുകയും ചെയ്യാമെന്ന് അധികൃതർ വ്യക്തമാക്കി. എണ്ണ ആഗീകരണം ചെയ്യുന്ന പ്രത്യേക വസ്തുക്കൾ ഉപയോഗിച്ച് എണ്ണപ്പാട ഇല്ലാതാക്കുന്നതും മറ്റൊരു പോംവഴിയാണെന്നും അധികൃതർ പറയുന്നുണ്ട്. തിരുവനന്തപുരം പോളിത്തീൻ പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തരികൾ കടലിൽ പരക്കുന്നതോടെ തന്നെ മത്സ്യങ്ങൾക്ക് അതൊരു ഭീഷണിയായി തീരുകയാണ്. ഇത്തരം തരികൾ മത്സ്യം ഭക്ഷിക്കുന്നത് വഴി മത്സ്യത്തിന്റെ വയറ്റിൽ ചെല്ലുകയും തുടർന്ന് കഴിക്കുന്ന മനുഷ്യന്റെ ആരോഗ്യത്തിനും ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. മത്സ്യങ്ങൾ ഒന്നാകെ നശിക്കുന്നത് മുഖാന്തരം മത്സ്യത്തൊഴിലാളികളുടെ ജീവമാർഗത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ അഭിപ്രായം രേഖപ്പെടുത്തി. കപ്പലിന്റെ കാലപ്പഴക്കം ഇൻഷുറൻസിനെ ബാധിച്ചേക്കാം. 1997 നിർമ്മിതമായ MSC എൽസ 3 ജനീവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. 25 വർഷം വരെയാണ് കപ്പലിന്റെ കാലാവധി. മറ്റു രേഖകളെല്ലാം ഉണ്ടെങ്കിലും നിലവിൽ ഈ പരിധിയും കടന്ന് 3 വർഷത്തിലധികം സർവീസ് നടത്തി വരികയാണ് കപ്പൽ. ഇത് ഇൻഷുറൻസ് പരിരക്ഷയെ ബാധിച്ചേക്കാമെന്നാണ് വിവരം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റാണ് MMD കാലാവധി പൂർത്തിയാക്കിയ കപ്പലുകൾ ഒഴിവാക്കേണ്ടത്. 6 മാസത്തിനുള്ളിൽ ഇൻഷുറൻസ് നടപടികൾ പൂർത്തിയാക്കാം. 183.9 മീറ്റർ നീളവും 25.3 മീറ്റർ വീതിയുമുള്ള കപ്പലാണ്. 16,799 ടൺ ഭാരവും വഹിക്കാൻ ശേഷിയുണ്ട്. കടൽ ശാന്തമായി കാണാറുള്ള സീസണുകളിൽ 20,000 ടൺ വരെ ഭാരം കയറ്റാറുണ്ട്. 1500 കണ്ടെയ്നറുകൾ അടുക്കി വയ്ക്കാനുള്ള സൗകര്യം കപ്പലിലുണ്ട്. 16,600 കിലോവാട്ടാണ് കപ്പലിന്റെ എനർജി പവർ. തൂത്തുക്കുടി, വിഴിഞ്ഞം, കൊച്ചി, മംഗലാപുരം തുറമുഖങ്ങൾ വഴിയാണ് ഈ കപ്പൽ സർവീസ് നടത്തുന്നത്.